രാഹുൽ ഗാന്ധി സന്ദർശിക്കാൻ പോയ സമയത്ത് ഈ ഡെയിലി പാലത്തിലൂടെ റെസ്ക്യൂ വാഹനങ്ങൾ, അതായത് അവിടേക്ക് ഭക്ഷണവുമായി പോയ വാഹനങ്ങൾ തടഞ്ഞു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തടഞ്ഞു. അതിനെ ചൊല്ലിയാണ് ഒരു ചെറിയ വാക്ക് തർക്കം ഉണ്ടായത്. ഇവിടെ എത്രയും പെട്ടെന്ന് ആ വാഹനങ്ങൾ, റെസ്ക്യൂവിന്റെ വാഹനങ്ങളാണ്, അത് കടത്തി വിടണം എന്ന് പറഞ്ഞിട്ടായിരുന്നു വാഹനത്തിൽ വന്ന ആളുകൾ വന്നത്. പക്ഷെ പിന്നീട് അങ്ങനെ തടഞ്ഞെങ്കിലും അതിനുശേഷം ഇവർ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് തന്നെ VIP എന്ന് പറയുന്ന റെസ്ക്യൂ അല്ലെങ്കിൽ റെസ്ക്യൂ ഉള്ളവരാണ് VIP കൾ, അങ്ങനെയാണ് VIP കൾ ആക്കേണ്ടതെന്ന് പറഞ്ഞ് ആ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ആ വാഹനങ്ങൾ കടത്തിവിട്ടു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഹനം മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് തിരികെ വരികയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ശബ്ദമാണ് കേട്ടത്. രാഹുൽ ഗാന്ധിയുടെ വരവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ദുരന്തഭൂമിയിലേക്ക് എത്തുമ്പോൾ ആ സുരക്ഷയ്ക്കല്ല, അവർക്കല്ല, VIP കൾക്കല്ല പ്രാധാന്യം നൽകേണ്ടത്, അവിടേക്ക് രക്ഷാകരവുമായി എത്തുന്ന ഓരോ വ്യക്തികൾക്കുമാണെന്ന് ഉള്ള കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ദുരന്തമുഖത്തൊക്കെ അതുകൊണ്ടാണ് ഇത്തരം VIP കൾ എത്തുന്നത്, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് പറയുന്നതും ഒരു കാര്യം തന്നെയാണ് അവർ പറയുന്നത്. കാരണം പക്ഷേ സുരക്ഷ എന്നത് ഒരർത്ഥത്തിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പരമപ്രധാനവുമാണ്. ഗോകുലുണ്ട്. ഗോകുൽ, ഏത് രീതിയിലായിരുന്നു പ്രതിഷേധമുണ്ടായത്? ഇപ്പോൾ കാര്യങ്ങൾ പരിഹരിച്ചുവോ? പരിഹരിച്ചു. പക്ഷെ അതിനുശേഷം മറ്റൊരു റെസ്ക്യൂ വാഹനങ്ങൾ കൂടി പാലത്തിലൂടെ കടന്നുപോയി. എതിരെ ആ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി സഞ്ചരിച്ച വാഹനവും വരികയാണ്. ഇപ്പോൾ രണ്ട് വാഹനവും ഏകദേശം അതായത് പോകാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അത് ദൃശ്യങ്ങൾ എത്രമാത്രം കാണാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വാഹനങ്ങൾ ഇപ്പോൾ വാഹനങ്ങൾ ആകെ, അതായത് ഈ ഒരു വശത്തു നിന്ന് മുണ്ടക്കൈ ഭാഗത്തു നിന്ന് രാഹുൽ ഗാന്ധിയുടെ വാഹനം വരുന്നു. അതേസമയം തന്നെ എതിരെ റെസ്ക്യൂ വാഹനങ്ങളും പോയി. അങ്ങനെ ഒരു ചെറിയ ഒരു തടസ്സം ബെയിലി പാലത്തിന് സമീപം ഉണ്ടാകുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാണാൻ കഴിയുന്നുണ്ടോ? കാണുന്നുണ്ട്. പറഞ്ഞോളൂ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഹനം, അതായത് ഈ ആ ഒരു ചെറിയൊരു കുരുക്ക് പരിഹരിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഹനവും അതോടൊപ്പം തന്നെ റെസ്ക്യൂ വാഹനവും സുരക്ഷാ ഉദ്യോഗസ്ഥർ രണ്ട് വശങ്ങളിലേക്കായി വിടുന്നു. അങ്ങനെ വിട്ടു തുടങ്ങുന്നു. നേരത്തെ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് റെസ്ക്യൂ വാഹനങ്ങൾ തടയുകയായിരുന്നു. തടഞ്ഞ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ വാഹനങ്ങൾ വരികയാണ്. ആ സമയത്ത് റെസ്ക്യൂ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. തടഞ്ഞ സമയത്താണ് ഇവിടെ റെസ്ക്യൂ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും ആർമിയുമായുള്ളൊരു പ്രശ്നം ഉണ്ടായത്. ഇവിടെ പെട്ടെന്ന്, അതായത് VIP കൾക്കല്ല പ്രാധാന്യം നൽകേണ്ടത്, റെസ്ക്യൂ പ്രവർത്തകർക്കാണ്, റെസ്ക്യൂ ആണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞവർ പ്രതിഷേധിക്കുകയായിരുന്നു. അങ്ങനെ അവർ വാഹനം പ്രതിഷേധത്തെ തുടർന്ന് അവരുടെ വാഹനം കടത്തിവിട്ടു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. അവർ ഈ സ്ഥലം മുണ്ടക്കൈ സന്ദർശിച്ചതിന് ശേഷം തിരികെ പോവുകയാണ്. അവർ ഈ പാലത്തിലൂടെ തന്നെ തിരികെ കടന്നുപോയി. ഏതായാലും മുണ്ടക്കൈ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയുടെ വാഹനം വരുന്നതിന് മുൻപാണ് ഈ റെസ്ക്യൂ വാഹനം കടത്തിവിടുന്നതിനെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ടായത്. ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. റെസ്ക്യൂ വാഹനം മുണ്ടക്കൈ സന്ദർശിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ വാഹനം തിരികെയും ഈ ബ്രിഡ്ജിൽ നിന്ന് പോയി. ഗൂഗിൾ ഇനിയുള്ള മുണ്ടക്കൈ മേഖലയിലേക്കാണ് പോകുന്നത്. അവിടേക്ക് തന്നെ ഈ റെസ്ക്യൂവിന് തടസ്സമുണ്ടാകുക, അതാണ് പരമപ്രധാനമാണ്. ഇത്തരം VIP സന്ദർശനങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ആളുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുക, അവിടെയൊക്കെ വാഹനങ്ങൾ ഒരു സമയം പോലും, ഒരു മിനിറ്റ് പോലും അവിടെ കുടുങ്ങി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനിയുള്ള യാത്രകളിലൊക്കെ അത് ഒഴിവാക്കപ്പെടേണ്ട സാഹചര്യം, അതൊക്കെ ഇപ്പോഴത്തെ സംഭവം ഒരു അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉദ്യോഗസ്ഥരൊക്കെ പെരുമാറില്ലേ? അതായത് മുണ്ടക്കൈ സന്ദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മടങ്ങിയത്. മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതായത് മുണ്ടക്കൈ സന്ദർശനം രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞു, അതിനുശേഷം മടങ്ങുകയായിരുന്നു. മടങ്ങി വരുന്ന സമയത്താണ് റെസ്ക്യൂ വാഹനങ്ങൾ ഇവിടെ തടഞ്ഞത്. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം അവർ ബഹളമുണ്ടാക്കി, അവർ പ്രതിഷേധിച്ചു. കാരണം റെസ്ക്യൂ വാഹനങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം നൽകേണ്ടത്, അല്ലാതെ VIP വാഹനങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചു. അതിനെ തുടർന്നാണ് ആ വാഹനങ്ങൾ കടത്തിവിട്ടത്. അതിനുശേഷം ഈ രാഹുൽ ഗാന്ധിയുടെ വാഹനം വരുന്ന സമയത്ത് മറ്റൊരു റെസ്ക്യൂ വാഹനം കൂടി പാലത്തിലൂടെ കടന്നുപോയി. അപ്പോഴാണ് ചെറിയൊരു കുരുക്കുണ്ടായത്. അത് ഉടൻ തന്നെ ആർമിയും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ ഇടപെട്ട് ആ ഒരു കുരുക്ക് മാറിയിട്ടുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ല. പക്ഷേ ഈ VIP സന്ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും റെസ്ക്യൂവിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. അതിന്റെ അവർക്ക് ആവശ്യമായുള്ള വാഹനങ്ങൾ മറ്റും ആണ്
ആദ്യം എത്തേണ്ടത് എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അത്തരം വിഷയങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉദ്യോഗസ്ഥർ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.